പാർക്കർ ചാമ്പ്യൻ ഗൈസ്. ആൻഡ് കാമേഹ പവർ ജമ്പ്, ഇൻസ്റ്റന്റ് ടെലിപ്പോർട്ട്. പവർ ജമ്പ് പെട്ടോളോ. പവർ ജമ്പ് കിട്ടുന്നില്ല ഗൈസ്. ഞാൻ നേരത്തെ ഒരു വട്ടം ട്രൈ ചെയ്തപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു ഗൈസ്. ആനിമേഷനല്ല, എൻ്റെ ആവത്താറിന് അടിപൊളിയാണ് ഗൈസ്. ക്യൂട്ടും പവർഫുള്ളും ആയിട്ടുള്ളൊരു ഇതാണ്. എൻ്റെ ആവത്താർ ക്യൂട്ടാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഗോഗ് പവർഫുള്ളാണ് ഗൈസ്. ഞാൻ എൻ്റെ ആവത്താറിന് കാണിച്ചത് ഇതിലെ ഷിഫ്റ്റ് ലോക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നത്. അപ്ഡേറ്റ് ലോഗ്, ന്യൂ കോഡ് സാൻഡ, ന്യൂ കോഡ് പ്രസൻറ്റ്, റിലീസ് അപ്പം നമുക്ക് നോക്കാം. എൻ്റെ ഇവിടെ എങ്ങാണ്ടൊരു കോഡിൻ്റെ ബട്ടൺ ഉണ്ടായിരുന്നു ഗൈസ്. താഴെ പോയത് എങ്ങനെയാണ് കോഡ് അങ്ങനെയല്ലോ ഗൈസ്. പ്രൊഫൈല് ഞാൻ ഇതുവരെ ജയിച്ചിട്ടില്ല ഗൈസ്. ആൾ ടൈം കോയിൻസ് എത്രയാ ഗൈസ്? ശരിക്കും എത്രയുണ്ടോ? ഇമോട്ട് ക്രിയേറ്റ് വൺ കമ്മിങ് സൂൺ. ഈ ഗെയിമിൽ ഇമോട്ട്സ് ഉണ്ടാവാൻ പോവാ. ഒരു ഗെയിമിൽ ഇമോട്ട്സ് ഉണ്ടാവുമ്പോഴാണ് ഗൈസ് ആ ഗെയിം മോശമാവുന്നത്. ചില ഗെയിംസിൽ മാത്രമേ ഫിറ്റ് ആവത്തുള്ളൂ. ഈ ഗെയിമിലെ കാര്യം എനിക്ക് അറിയില്ല ഗൈസ്. ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങി ഗൈസ് ഈ മോഡിൻ്റെ കാര്യത്തിൽ. ഗൈസ് ഞാൻ ഇതുവരെ സീല് പോയി എന്ത് സംഭവിക്കുന്നു അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഫുള്ള് സിറ്റിയാണോ ഗൈസ്? ഞാൻ ഇതുവരെ കടലിൻ്റെ അവിടെ പോയിട്ടില്ല. ഞാൻ അടുത്ത് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ. സോ കടലിൽ പോകണമെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് നോക്കാം ഗൈസ്. സീക്രട്ട് സ്ഥലം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നോക്കാം ഗൈസ്. നിങ്ങൾക്ക് മൊബൈലിൽ എങ്ങനെയാണ് അവേക്കനിങ് എടുക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. സോ ഈ വിങ്സിൻ്റെ ബട്ടൺ നിങ്ങൾ സൈഡിൽ കണ്ടില്ലേ, അതേ പിടിച്ചേക്കാം. അപ്പോൾ താഴെ ഇങ്ങനെ റെഡ് കളറിൽ വരും, ഞെക്കുക ഗൈസ്. ഇത്രയും സാധനത്തിൻ്റെ കാര്യമുള്ളൂ ഗൈസ്. പവർ ജമ്പ്, യോ നോ. ഇവിടെ അടുത്ത് ഏതോ ഒരു പ്ലെയറിനെ ഞാൻ കണ്ടായിരുന്നല്ലോ. യെസ്, ഇവിടെ എന്താ എക്സ്പ്ലോഷൻ നടന്നു ഗൈസ്. അവിടെയാ. ഈ ഗെയിംസിൽ പ്ലെയറിനെ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി. ഈ ഗെയിം കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട് ഗൈസ്. യെസ് ഗൈസ്. നമുക്കിനി ഇച്ചിരി നേരം ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടി ചാടാം. ഇത്ര നേരം റോട്ടിലല്ലേ ചാടിയത്. ഇതായിരിക്കും ഗൈസ് ഞാൻ ചെയ്യാൻ പോകുന്നതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പാർക്ക്. ഫ്ലോറസ് ലാവയ്ക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യണം ഗൈസ്. ഫ്ലോറസ് ലാവ എന്നുകൊണ്ട് ഗെയിം മോഡുണ്ട്. ആൻഡ് ഗൈസ് സത്യം പറയാണ്, സാധനം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. വെറും ഫ്ലോറസ് ലാവയല്ലേ ഗൈസ്, നമുക്ക് സാധനങ്ങൾ കളക്റ്റും ചെയ്യണം ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന സാധനത്തിൻ്റെ ഫ്ലോറിൽ ലാവയാവുകയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് തൊട്ടാൽ മതി ഗൈസ് ലാവ. ഈ ഗെയിമിൽ നമ്മൾ ലൂസാവും ഗൈസ്, മിഷൻ ഫെയിലാവും. എൻ്റെ ഗെയിമിൽ നിന്ന് പറഞ്ഞാൽ ഫ്ലോറസ് ലാവ
നല്ലതാണ് ഗൈസ് ഈ ഗെയിമിൽ. പക്ഷെ ഇത്രയും ഭംഗിയുള്ള സെറ്റിലെ ലാവ വേണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ഏതോ ഒരു കോണി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഗൈസ്, നോക്കട്ടെ. സോറി ഫോർ ദ ബഗ് എന്നും പറഞ്ഞിട്ട് ഗൈസ്. ഇനി എത്ര പോകണം ഗൈസ്? ദേ അവിടെ ഒരു പ്ലെയർ BT സോൾ. ഗൈസ് എനിക്ക് തോന്നുന്നു ഞാൻ പതിയെ സ്പീഡ് കൂടിയും നന്നായിട്ടും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് എൻ്റെ ക്യാരക്ടറിന് പവർ കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല. ഞാനൊരു വട്ടം എഡ്വേർഡിനെ വെച്ച് കളിച്ചായിരുന്നു, വാൾ മാജിക്കൊക്കെ കിട്ടും അതിൽ. പക്ഷെ ഞാൻ നോക്കിയപ്പം കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. ഓ ഗൈസ് അവിടെ ലാവ, എവിടെ ലാവ? നമ്മൾ ഇമാജിൻ ചെയ്യണം ഗൈസ്, ഇമാജിനേഷൻ. അവിടെ ലാവയാന്ന് വിചാരിച്ചത്, ഇങ്ങനെയാണ് പോകണ്ട. നമുക്ക് ടെലിപ്പോർട്ടേഷൻ്റെ പവർ ഉണ്ടല്ലോ ഗൈസ്, പിന്നെ നമ്മളെന്താ തന്നെ വിഷമിക്കുന്നേ? ഈ സിറ്റിക്ക് ഒരു എൻഡ് ഇല്ലേ? എനിക്ക് വയ്യ ഗൈസ്. എൻ്റെ ഇല്ലെങ്കിൽ നമ്മൾ എൻ്റെ കണ്ടുപിടിക്കും ഗൈസ് എങ്ങനെയെങ്കിലും. എൻ്റെ അതിനുള്ള ബെസ്റ്റ് രീതി എന്താണെന്നറിയാം ഗൈസ്? ആൾട്ട് അക്കൗണ്ട് കണ്ടുപിടിക്കാണ്. ആൾട്ട് അക്കൗണ്ട്, ആൾട്ടല്ലേ, സോറി ഗൈസ്, അവേക്കനിങ്. സോ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ പോവുക, എന്നിട്ട് നേരെ നമ്മൾ ചാടിയല്ലേ ഗൈസ്, നമ്മൾ അവേക്കനിങ് യൂസ് ചെയ്യും. ഈ ബിൽഡിങ്ങിന് ഇപ്പം എങ്ങാനും മുകളിലെത്തുമോയെന്ന് അറിയില്ല ഗൈസ്. തീരാറായി ഗൈസ്. ഗൈസ് സ്ലിപ്പായി ഗൈസ്. ഒരു വഴി ഗൈസ്, ഇനി ഇത് യൂസ് ചെയ്യണം. ഇൻസ്റ്റൻറ്റ് TP ഗൈസ്. അയ്യോ ഗൈസ്, നമ്മൾ താഴേക്ക് വീഴുവാണ് ഗൈസ്. യെസ്, താഴെ വീഴുവാണെങ്കിലും മുകളിലേ വീഴത്തുള്ളൂ. ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഡാമേജ് കിട്ടി. PvP ഓഫ് ചെയ്യണം. ഗൈസ് ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ് ഗൈസ്. ക്വസ്റ്റ് കംപ്ലീറ്റ് ആവാറായോ? അടുത്തെത്താറായെന്ന് തോന്നുന്നു ഗൈസ്. പ്രത്യേക തരം കളറൊക്കെ. ഇല്ല, ഇതിൽ സ്വിങ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ പറ്റുമോ? പറ്റില്ല. പറ്റുമോ? പറ്റില്ല. ഇതില്ലെങ്കിലും നോ. ഗൈസ് നമ്മുടെ പവർ ജമ്പ് തീരാറാകുമ്പോഴേക്കും നമ്മൾ ഇൻസ്റ്റൻറ്റ് ടെലിപ്പോർട്ട് യൂസ് ചെയ്യും. ഗൈസ് നമ്മൾ എൻ്റെ കണ്ടുപിടിക്കാറായി. പ്ലീസ് 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 പ്ലീസ്. നോ 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 യെസ്, നോ 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 യെസ്. ആൻഡ് ഗൈസ് ഒരു എൻ്റെ ഉണ്ട്. എൻ്റെ ഇവിടെ ബാരിയർ ഉണ്ട് ഗൈസ്, ഇൻവിസിബിൾ ബാരിയർ. കണ്ടോ ഗൈസ്, ഇൻവിസിബിൾ ബാരിയർ ഉണ്ട്. ഗൈസ് ആദ്യമായിട്ടാണ് ഗൈസ് ഈ സെർവറിൽ ഒരാൾ സംസാരിക്കുന്നതാണ്. മെനാസോ? വാട്ട്? എനിക്ക് ലൂഫിനെ വേണമെന്നുണ്ട് ഗൈസ്, സ്ട്രെച്ചിനെ.
ആൻഡ് ഗൈസ് യൂട്യൂബിന് ഒരു പ്രോബ്ലം ഉണ്ട് ഗൈസ്. ഇപ്പം ലിറ്ററലി നമ്മളിപ്പോൾ ഏത് വീഡിയോ എടുത്തിട്ടാലും ഞാൻ ഇച്ചിരി നന്നായിട്ട് ഇങ്ങനെ ശബ്ദം ഇടാണ്ട് ഗെയിമും കളിച്ച് പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ലോഫി വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയാണ് ഗൈസ്. നല്ല വ്യൂസ് കിട്ടി ഗൈസ്. ഒരു 29 വ്യൂസൊക്കെ കിട്ടി ഗൈസ്. നോക്കുമ്പോഴാണ് ഈ യൂട്യൂബ് കോപ്പിറൈറ്റ് അടിച്ചു ഗൈസ്. പിന്നെ നമ്മൾ റോബ്ലോക്സിൽ സ്കൈഫാൾ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെൻഡ് ഉണ്ടല്ലോ ഗൈസ്. സജോനാര ടവറിലെ താഴെ വീഴുന്ന കളിച്ചു നോക്കി ഗൈസ്. പണി കിട്ടിയത് പറയാം. അല്ല ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ എടുത്ത് യൂട്യൂബ് കോപ്പിറൈറ്റ് അടിച്ച ഗൈസ്. അതാണ് എനിക്ക് ആദ്യം കിട്ടിയ കോപ്പിറൈറ്റിൻ്റെ ഇത് ഗൈസ്. ഇനി വീഡിയോ സൂക്ഷിച്ചുണ്ടാക്കണം. കോപ്പിറൈറ്റ് അടിച്ച ബാനിൽ പോകും ഗൈസ്. സോ ഗൈസ് അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ.